പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2020 തീരാൻ പോവുകയാണ്. 2021 സമാഗതമാവുകയാണ്. ഇനി നമ്മൾക്ക് പുതുവത്സരത്തിൻ്റെ പ്രതീക്ഷകളാണുള്ളത്. 2020 ഏറെ പ്രതീക്ഷയോടെ എല്ലാം പ്രവേശിച്ചു. എന്നാൽ കോവിഡ് ആ പ്രതീക്ഷകളെല്ലാം തകർത്തു. പലരുടെയും മരണത്തിനിടയാക്കി, പലരുടെയും തകർച്ചയ്ക്കിടയാക്കി. എന്നാൽ അതിലും അനേകർക്ക് ജീവനും പ്രത്യാശയും ഉണ്ടായ അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സുവിശേഷം ആരംഭിക്കുമ്പോൾ, പുതിയ നിയമം ആരംഭിക്കുമ്പോൾ അതിൻ്റെ വംശാവലി പറയുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകം. യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എന്നാൽ മത്തായി ശ്ലീഹ ആരംഭിക്കുന്നത് യേശു ദാവീദിൻ്റെ പുത്രൻ. ഈ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകം പറയുന്നൊരു വാക്കാണ് ദാവീദിൻ്റെ പുത്രൻ. യേശു ദാവീദിൻ്റെ പുത്രനാണ്. പഴയ നിയമത്തിൽ നമ്മൾ ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഒത്തിരി നന്മകളുണ്ട്. ഇടയത്വം സ്വീകരിച്ചവൻ, അവൻ ആടുകളെ സംരക്ഷിച്ചവൻ, പിന്നീട് ഗോലിയാത്തിനെതിരെ ശക്തമായി പോരാടിയവൻ, ഇസ്രായേൽ എന്ന നാമത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കാൻ തക്കവണ്ണം അത്രമാത്രം ശക്തനായി തീർന്നവൻ. അതോടൊപ്പം തന്നെ അവൻ്റെ വീഴ്ചകളെയും നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ സത്യത്തിൽ യേശു ദാവീദിൻ്റെ പുത്രനാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശുവിന് ഇഷ്ടമാണ്. നമ്മുടെ സുറിയാനി സഭയിൽ ക്രിസ്തുമസിന് മുൻപത്തെ ഞായറാഴ്ചത്തെ ഏവൻഗേലിയോൻ എന്ന് പറയുന്നത് തന്നെ ഒരു വംശാവലി പുസ്തകത്തിൻ്റെ ചരിത്രമാണ് വായിക്കുന്നത്. അന്നത്തെ ഏവൻഗേലിയോൻ ഒത്തിരി പേരെ ജനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ്. വളരെ രസകരമാണ് യേശുവിൻ്റെ വംശാവലി പുസ്തകം നോക്കുമ്പോഴുള്ളത്. അതിൽ വേശ്യകളുണ്ട്, അതിൽ പാപം ചെയ്തവരുണ്ട്, വിജാതീയരുണ്ട്, സ്വന്തം മകൾക്ക് ജന്മം കൊടുത്ത അപ്പൻ യൂദ അതിലുണ്ട്. പക്ഷേ യേശു തൻ്റെ വംശാവലി പുസ്തകത്തിൽ തൻ്റെ മാതാപിതാക്കൾ, താൻ ജനിച്ച ആ വംശത്തെ, തൻ്റെ മാതാപിതാക്കളെല്ലാം തൻ്റെ ജനനം കൊണ്ട് മഹത്തരമാക്കി തീർത്തു. പാപത്തിലുണ്ടായിരുന്ന അവരുടെ അപകർഷതാബോധത്തെയും സങ്കടത്തെയും ദുഃഖത്തെയും എല്ലാം യേശുവിൻ്റെ ജനനത്തോടുകൂടെ യേശു മഹത്തരമാക്കി. അപ്പോൾ 2020 നമ്മൾ ഈ ഒരു തലമുറയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഈ തലമുറയിൽ 2020 നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ തലമുറയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ എവിടെ ജോലി ചെയ്താലും ശുശ്രൂഷ ചെയ്താലും അതെല്ലാം ക്രിസ്തു ചെയ്യുന്നതിന് പകരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ ഭവനമായി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവം നമുക്ക് അനുവദിച്ചു. അതിൽ ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. സന്തോഷങ്ങളും അഭിമാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാം, അതെൻ്റെ മോൻ്റെ നേട്ടം, അതെൻ്റെ നേട്ടം, അത് അധ്വാനിച്ചതുകൊണ്ട്, കഷ്ടപ്പെട്ടതുകൊണ്ട്, ഇനി വേണമെങ്കിൽ പേരിന് ദൈവത്തിൻ്റെ കരുണ കൊണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്? രോഗങ്ങൾ വരുമ്പോൾ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? യേശുവിൻ്റെ വംശാവലി പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ വേദനകളിലൂടെ കടന്നുപോയവരാണ്. ആ വേദനകളിലൂടെ കടന്നുപോയവരെല്ലാം ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. സത്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. യോഹന്നാൻ 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെയാണ്. യേശു ക്ഷമയാണ്, സ്നേഹമാണ്, കരുണയാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതെല്ലാം നമ്മൾ അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉൾക്കാഴ്ചയും ഈ അറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് നിത്യജീവൻ്റെ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഞാൻ വയനാട് സ്വദേശിയാണ്. ഇപ്പോൾ ഞാൻ കോട്ടയം തൂത്തുക്കുടി ധ്യാന കേന്ദ്രത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച്
ശാരീരികമായിട്ട് അസ്വസ്ഥതയ്ക്കപ്പെട്ട് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ വിഷമിക്കാറുണ്ട്. ഇനി ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല, നല്ല സ്പീഡിലാണ് യാത്ര, ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷവും തോന്നാറുണ്ട്. കാലാവസ്ഥയും അതുപോലെ തിരക്കും ഒക്കെ നമ്മുടെ മാനസികാവസ്ഥയെ ചിലപ്പോൾ ഒക്കെ വ്യത്യാസപ്പെടുത്താറുമുണ്ട്. ഞാനൊരിക്കലും എൻ്റെ കാലിന് തീരെ വയ്യാതിരുന്ന സമയത്ത് എനിക്കൊരു യാത്ര ചെയ്യേണ്ട വന്നു. ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് എത്തുമെന്നൊരു ഭയമുണ്ട്. യാത്ര ചെയ്യുന്ന വാഹനമാണെങ്കിൽ വളരെ മെല്ലെയാണ് പോകുന്നത്. ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു സീറ്റ് കിട്ടാത്തതിൽ എനിക്കൊരു ഇച്ചിരി സങ്കടമുണ്ട്. ഞാൻ കുപ്പായം ഇട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ഇരുന്നും യാത്ര ചെയ്ത് അങ്ങ് പോവുകയാണ്. ഒരു സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ എൻ്റെ ഇടയിലേക്ക് കയറി. എൻ്റെ കാലിനിങ്ങനെ വയ്യാതെ വന്നപ്പം ഏതോ ഒരു വ്യക്തി എൻ്റെ കാലിൽ കയറി ഒരു ചവിട്ടിയിട്ട് എന്നെ മറികടന്ന് മുന്നോട്ട് പോയി. എനിക്ക് വലിയ അമർഷവും ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. ഞാനിങ്ങനെ ഓർത്ത്, ഞാനൊരു പുരോഹിതനായിട്ട് പോലും ഇവൻ എൻ്റെ കാലിൽ കയറി ചവിട്ടിയല്ലോ. ഒന്നാമത് വേദന, സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ഞാനാകെ മനസ്സുകൊണ്ട് എനിക്കാകെ വലിയ വിഷമവും ഒത്തിരി എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ടും ആ മനുഷ്യനെ ശ്രദ്ധിച്ചായിരുന്നു. എന്നെ മൈൻഡ് ചെയ്യാതെ എൻ്റെ കാലിൽ കയറി ചവിട്ടിയവൻ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു വാഹനം ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതിൽ ബസ് പെട്ടെന്നൊന്ന് ബ്രേക്ക് ചവിട്ടുണ്ടോ. ഈ ബ്രേക്ക് ചവിട്ടുന്ന സാഹചര്യത്തിൽ എൻ്റെ കാലിൽ കയറി ചവിട്ടി അങ്ങ് കൂളായി നടന്നു പോയ ആ വ്യക്തിക്ക് അവൻ 2 കൈയും വിട്ട് പെട്ടെന്ന് മുന്നോട്ട് ചെന്നൊരു കമ്പിയിലിടിക്കാനിടയായി. സത്യത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ചെറിയൊരു സന്തോഷമൊക്കെയാണ് തോന്നിയത്. ചെറിയ ചിരിയൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ ഓർത്തു, ഇങ്ങനെയാണ് പൗരോഹിത്യത്തെ മറികടന്ന് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ അത്രയും ധിക്കാരമൊക്കെ കാണിക്കാൻ പാടുണ്ടായിരുന്നോ, അഹങ്കാരം കാണിക്കാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ എൻ്റെ വേദനയിൽ ഇച്ചിരി ആശ്വാസമൊക്കെ കണ്ടെത്തി ഞാനിങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതോടെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു, ആളുകളൊക്കെ ബസ്സിൽ എണ്ണം കുറഞ്ഞു. എനിക്കൊരു സീറ്റ് കിട്ടി. ഞാൻ ആശ്വാസത്തോടെ അവിടെ ഇരിക്കുകയാണ്. ഇനി എനിക്ക് അവിടെ ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനങ്ങനെ യാത്ര ചെയ്ത് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുൻപ് എൻ്റെ കാലിൽ കയറി ചവിട്ടി മുന്നോട്ട് പോയ വ്യക്തി സീറ്റൊന്നും കിട്ടാതെ ആ വ്യക്തി ഇങ്ങനെ കമ്പി ചാരി ഇങ്ങനെ കഷ്ടിച്ച് ഒരു ബുദ്ധിമുട്ടോടെ കമ്പി പിടിച്ച് നിൽക്കുന്നത് കണ്ടു. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ വ്യക്തിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പോൾ എൻ്റെ മനോഭാവമൊക്കെ മാറി. എനിക്കൊരു ഒരു സഹതാപ ഭാവമാണ് എനിക്ക് അപ്പോൾ ഉണ്ടായത്. അപ്പം ഞാൻ ഉടൻ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തു, ദൈവമേ, ഈ മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അവൻ വീണപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതും പൗരോഹിത്യത്തെ മറികടന്ന് പോയതാണെന്നും ഒക്കെ ചിന്തിച്ച് ഞാനങ്ങനെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വേണ്ടാത്ത കുറേ നിഷേധ ചിന്തകൾ കൂന കൂട്ടിയല്ലോ. അതിനൊക്കെ ഒരു പ്രായശ്ചിത്തം പരിഹാരം എന്ന നിലയിലും ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഞാനിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നോളാൻ പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തി. ഞാൻ വീണ്ടും എഴുന്നേറ്റ് നിന്ന് എൻ്റെ യാത്രയെ അങ്ങ് തുടർന്നു. സത്യത്തിൽ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. ഇതേ ബസ്സിൽ ഇതേ വേദനിക്കുന്ന കാലുമായി ഞാൻ കയറിയപ്പോൾ അസ്വസ്ഥപ്പെട്ടവനാണ്. എന്നാൽ ആ ബസ്സിൽ നടന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, എൻ്റെ കാലിൽ കയറി ചവിട്ടിയവന്, എന്നെ മനസ്സിലാക്കാതെ എന്നെ ഉപദ്രവിച്ചവന്, അവന് ഞാൻ സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു സംതൃപ്തിയുണ്ട്, ഒരു സായുജ്യം. അത് എപ്പോഴാണെന്നറിയാമോ? കണ്ണ് തുറന്നിരിക്കുന്ന എനിക്ക് എന്നെ ചവിട്ടിയവന് കണ്ണ് കാണുന്നില്ലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ആരോടും പരാതിയില്ലാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ജനം ഈ യേശുക്രിസ്തുവിനെ കുരിശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കുരിശിക്കുന്നവൻ ആരാണെന്ന് ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ചെയ്യില്ലായിരുന്നു. യേശു അതുകൊണ്ടാണ് ക്ഷമയുടെ വലിയ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, പിതാവേ, അറിയാത്തതുകൊണ്ടല്ല പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അറിവില്ല, എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിവില്ല. ആ ഒരു വെളിച്ചം, ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു അറിവ് അതെൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറുദീസായുടെ അനുഭവം, ജീവൻ്റെ അനുഭവം, വെളിച്ചത്തിൻ്റെ അനുഭവം, പ്രകാശത്തിൻ്റെ അനുഭവം, മാനസാന്തരത്തിൻ്റെ അനുഭവം, ദൈവാനുഭവം എന്നൊക്കെ എനിക്ക് പറയാൻ സാധിക്കും. 1 യോഹന്നാൻ 1:5
ഇങ്ങനെയാണ് പറയുന്നത്: ഒരുവൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിലാണ് നടക്കുന്നതെങ്കിൽ അവൻ വ്യാജം പറയുന്നു. ഇന്ന് നമുക്ക് നല്ല സുവിശേഷവും വ്യാജ സുവിശേഷവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കരുണ കാണിക്കുന്ന ഈ അറിവില്ലാത്തത് കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. കരുണ കാണിക്കാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തോട് ഐക്യതയുണ്ടെന്നാണ് നമ്മുടെ സുവിശേഷം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയാനാണ്. ദാവീദാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നവനുമാണ്. വീഴ്ച വന്നവൻ എൻ്റെ അപ്പനാണെന്ന് പറയുന്നതിന് ദൈവത്തിന് മടിയില്ല. നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യം പറയുമ്പോൾ ഏത് കുടുംബത്തിൽ പിറന്നതാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയില്ലേ, മാർത്തോമാ ശ്ലീഹ നേരിട്ട് മുഖ്യ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പ്രേമിച്ചു പോവുകയോ ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് കുറവാണെങ്കിൽ നമ്മൾ അവരെയൊക്കെ മിക്കവാറും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാനും വലിയതൊക്കെയാണ് എൻ്റെ ബന്ധങ്ങളെന്ന് പുകഴ്ത്തി പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. യേശു വംശാവലി പുസ്തകത്തിൽ അങ്ങനെ ചെയ്തില്ല. യേശു പറഞ്ഞു, ബോവസ് എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് കേട്ടോ, യൂദ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പം തകർന്നും തളർന്നും പോയവനെയൊക്കെ യേശുക്രിസ്തു തൻ്റെ വംശാവലി പുസ്തകത്തിൽ അഭിമാനത്തോടെ പറയുകയാണ്. ദാവീദ് സ്വന്തം ഭൃത്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയവൻ അതെൻ്റെ അപ്പനാണെന്ന് പറയാൻ യേശുവിന് മടിയില്ല. എന്തുകൊണ്ടായിരിക്കും യേശു അങ്ങനെ പറയാനുള്ള കാരണം? യേശു ദാവീദിൻ്റെ പുത്രനെന്ന അഭിമാനത്തോടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ദാവീദിൻ്റെ പുസ്തകം, നമ്മൾ ദിനവൃത്താന്ത പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകവും ഒക്കെ പരിശോധിക്കുമ്പോൾ ദാവീദിനൊരു നല്ല മനോഭാവമുണ്ട്. അതേറ്റവും മനോഹരമായി കാണുന്നൊരു ഭാഗമാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ 5 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ദാവീദിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദാവീദിൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിക്കാവുന്ന ഏറ്റവും നല്ല മനോഹരമായൊരു ഭാഗമാണ്. ഭാഗം ഇതാണ്: ദാവീദും ഷിമെയും എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ പറയുന്നത്. ദാവീദ് സ്വന്തം മകനിൽ നിന്ന്, സ്വന്തം രാജ്യത്തിൽ നിന്ന് ശത്രുവായി ഒളിച്ചോടി പോവുകയാണ്. തൻ്റെ മകൻ തനിക്കെതിരെ നിന്ന് രാജ്യഭ്രഷ്ടനാക്കി തൻ്റെ ജീവിത പങ്കാളി, തൻ്റെ ഭാര്യമാരോടൊപ്പം ശയിച്ച് അവൻ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റാതെ അവൻ ഓടി രക്ഷപ്പെടുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഷിമെയി എന്ന് പറയുന്നൊരു വ്യക്തി ദാവീദിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്സർവേഷൻ നമ്മൾ നടത്തുക, ഷിമെയി പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഷിമെയി എന്താ പറയുന്നത്? ഷിമെയി പറയുന്നത്, എടാ ദാവീദേ, നീ ആട്ടിടയനായിരുന്നു, പാട്ടുപാടി നടന്ന് നീ സൂത്രത്തിൽ എൻ്റെ കുടുംബത്തിൽ ബെഞ്ചമിൻ വംശത്തിൽ നീ കടന്നു വന്നു. എന്നിട്ടോ അവിടെ വന്ന് ശൗൽ രാജാവിൻ്റെ കൂടെ പാട്ടുപാടി. നീ സൂത്രത്തിൽ അവിടെ വന്ന് പാട്ടുപാടി ആ രാജാവിനെ മയക്കി, ആ രാജ്യത്തെ മയക്കി, ഇന്ന് നീ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നു. ഇത് ശരിയല്ല. യൂദാ ഗോത്രത്തിൽ പിറന്നവനെ, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ രാജവംശ ആ പാരമ്പര്യം നീ തകർത്തു. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല. നമുക്കിങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, കൈയയച്ച് സഹായിച്ചവർ, വിവാഹം കഴിച്ച് വന്നവർ, ചിലപ്പോൾ വിവാഹം കഴിച്ച് വിട്ടവർ, നമ്മൾ വിശ്വസിച്ചവരൊന്നും അല്ലായിരുന്നു കേട്ടോ. ആ കുടുംബം, ആ വ്യക്തി അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ വേരോടെ പറിച്ചു കളയുകയായിരുന്നു. ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചിലർ പറയാറുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അവനെ എന്തെല്ലാം കണ്ട് സഹായിച്ചതാണ്, ഞാൻ എൻ്റെ മോനെ പോലെ കണ്ട്, എൻ്റെ മോളെ പോലെ കണ്ട്, ഞാൻ അതിനേക്കാൾ അപ്പുറത്തും കണ്ടിട്ട് സ്നേഹിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എന്തു പറ്റിയിരിക്കുന്നു? എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നെ ചതിച്ചു. ഇന്നിപ്പോൾ അവനിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മക്കളായിട്ട് അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് സർവ്വസാധാരണമായി ഓരോ കുടുംബത്തെ നോക്കി നമ്മൾ പറയും, അപ്പൻ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായി മക്കളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചക്കാരായിട്ട് പറയും, അവൻ്റെ അപ്പനോട് കാണിച്ചത് ദേണ്ട ഇന്ന് മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഇവനിത് തന്നെ വേണം. ശിമെയിയുടെ പ്രതികരണം ഇതാണ്. ഒരു സാധാരണക്കാരായ നമ്മുടെയൊക്കെ ഒരഭിപ്രായം ഇതൊക്കെയാണ്. എന്നാൽ ദാവീദിൻ്റെ അഭിപ്രായം എന്താണ്? ദാവീദ് പറയുന്നത് അങ്ങനെയല്ല. ദാവീദ് പറയുന്നു, ഇത് കർത്താവ് അനുവദിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷിമെയി ഇവനിങ്ങനെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന, ചുറ്റുപാടുമുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരുണ്ട്, സെരൂയയുടെ പുത്രന്മാരുണ്ട്. അവർ പറഞ്ഞു, ഈ ചത്ത പട്ടിയെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കട്ടെ. ദാവീദിൻ്റെ മാനസികാവസ്ഥ കൂടെയുള്ളവർക്ക് മനസ്സിലായി.
സ്വന്തം കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവൻ ശപിക്കുക കൂടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇവനെ കൊല്ലാൻ അനുവാദം ചോദിക്കുകയാണ് കൂടെയുള്ളവർ. അപ്പോൾ ദാവീദ് പറഞ്ഞ മറുപടിയാണ് ദാവീദിൻ്റെ ഹൃദയം. ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ അവൻ്റെ അധരം സംസാരിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദ് അബീശായിയോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശകൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് അത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. സ്നേഹമുള്ളവരെ, തൻ്റെ കൂടെ ശാപം ചൊരിഞ്ഞുകൊണ്ട് വരുന്ന ഈ ശിമെയിയെ നോക്കി ദാവീദ് പറഞ്ഞ വാക്കിതാണ്, അവൻ ശപിക്കട്ടെ. കർത്താവ് അനുവദിച്ചതുകൊണ്ടാണ് അവൻ എന്നെ ശപിക്കുന്നത്. ഇനി അടുത്ത വചനമാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ വചനം. നമുക്ക് ഈ 2020 അവസാന നിമിഷങ്ങളിൽ ധ്യാനിക്കാൻ പറ്റിയത്, 2021 പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വചനം ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. എന്താ സഹോദരങ്ങളെ സംഭവിച്ചെന്നറിയാമോ? ദാവീദിനറിയാം ഇവൻ ഈ ഓടിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന്. എന്താ കാരണം? തൻ്റെ വൃദ്ധൻ്റെ ഭാര്യയെ അന്യായമാക്കി താൻ വെച്ചതിന് നാഥാൻ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ദാവീദേ, നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാളിനി ഒഴിഞ്ഞു പോകത്തില്ല. നീ രഹസ്യമായിട്ട് നിൻ്റെ വൃത്യൻ്റെ ഭാര്യയെ ഉപയോഗിച്ചെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളിയെ നിൻ്റെ മക്കൾ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു വചനം നിവർത്തിയാകുന്നത് ദാവീദ് അറിഞ്ഞു. അപ്പോൾ ദാവീദ് പറയുകയാണ്, അവൻ ശപിക്കട്ടെ. അവൻ ശപിക്കുന്നത് കാണുന്നിട്ട് ദൈവം എനിക്ക് പാപമോചനം നൽകട്ടെ. സ്നേഹമുള്ളവരെ, ദാവീദിൻ്റെ ഒരു ഉൾക്കാഴ്ചയുണ്ടല്ലോ. അവൻ്റെ ജീവിതത്തിലെ യുദ്ധങ്ങളിലും അവൻ്റെ മക്കളിൽ നിന്നും അവൻ്റെ തലമുറയിൽ നിന്നും അവന് പീഡനമേറ്റപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങളെന്നെ ഇങ്ങനെയാക്കി എന്നല്ല പറഞ്ഞത്, ഇത് കർത്താവ് എനിക്ക് അനുവദിച്ചതാണ്. എന്തിനാണ് കർത്താവ് അനുവദിച്ചത്? അവൻ എന്നെ ശപിക്കുന്നത് കാണുമ്പോൾ ഇതാ എനിക്ക് കിട്ടിയൊരു ശാപമുണ്ട്, അവൻ്റെ ശാപത്തിലൂടെ ഈ ശാപം ഇതാ നീങ്ങിപ്പോവുകയാണ്. അവൻ പരിഹസിക്കട്ടെ. ഞാൻ ചതിച്ചതിന്, ഞാൻ വഞ്ചിച്ചതിന്, ഞാൻ ഉപദ്രവിച്ചതിന് അവൻ്റെ പരിഹാസവും അവൻ്റെ ശാസനങ്ങളും അവൻ്റെ കുറ്റപ്പെടുത്തലുകളും എനിക്ക് പരിഹാരമായി തീരട്ടെ. എൻ്റെ ദൈവം ഇത് കണ്ടുകൊണ്ട് എനിക്ക് മോചനം നൽകട്ടെ. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? തകർച്ചയാണ്. കൊറോണയുടെ സാഹചര്യത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നഷ്ടങ്ങളുടെ കണക്കിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും, ദാവീദിനെ പോലെ ഈ നഷ്ടങ്ങളുണ്ടായതിൽ എനിക്ക് വേദനയില്ല, അവരെന്നെ അപമാനിച്ചതിൽ എനിക്ക് ദുഃഖമില്ല, എൻ്റെ മക്കൾ എന്നോടിങ്ങനെ പെരുമാറിയതിൽ എനിക്ക് സങ്കടമില്ല, അവരിങ്ങനെയൊക്കെ ചെയ്യട്ടെ, അവരിങ്ങനെയൊക്കെ പറയട്ടെ, അത് കണ്ടിട്ട് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ മനോഭാവം കർത്താവ് ദാവീദിൽ കണ്ടതുകൊണ്ടാണ് സത്യത്തിൽ അവന് ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം. സ്നേഹമുള്ളവരെ, ഷിമെയി പഴയ വംശാവലി അനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നൊരു രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മക്കളാണ് രാജാവാകേണ്ടത്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് ദാവീദിനെയാണ്. എന്നാൽ സത്യത്തിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ദാവീദ് ഒരിക്കലും ബെഞ്ചമിൻ വംശത്തെ ചതിച്ചിട്ടില്ല. ദാവീദ് ഈ ശൗലിൻ്റെ മകൾ മീഖളെ സത്യത്തിൽ വിവാഹം കഴിച്ചത് ദാവീദാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബെഞ്ചമിൻ വംശത്തിൽ നിന്നും യൂദാ വംശത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ ജന്മമുണ്ടാകുന്ന യൂദാ വംശത്തിലേക്ക് പോകേണ്ടത് ദാവീദിൻ്റെ ആദ്യ ഭാര്യയായ ഔദ്യോഗിക ഭാര്യയായ മീഖളിൽ നിന്നാണ് ക്രിസ്തു ഉണ്ടാകേണ്ടത്. പക്ഷെ അത് സംഭവിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് സാമുവേലിൻ്റെ പുസ്തകം വീണ്ടും പരിശോധിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ദാവീദ് സ്വന്തം കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്ത് വന്ന് അനുഗ്രഹിക്കാൻ വന്നപ്പോൾ ശൗലിൻ്റെ മകൾ ബെഞ്ചമിൻ ഗോത്രക്കാരി ദാവീദിനെ പരിഹസിച്ചു. ആ പരിഹാസമാണ് അവൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാതെ പോയതും അവൾക്ക് ദാവീദിൻ്റെ വംശാവലി നിവർത്തിക്കാൻ സാധിക്കാതെ പോയതും. ദൈവത്തെ പുകഴ്ത്തുന്നതിന് പകരം ഇകഴ്ത്തിയതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായ പാപങ്ങളൊന്നും പറയാനില്ലെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആദരവും ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനങ്ങളും നിഷേധിച്ചതാണ് യേശുവിൻ്റെ വംശാവലിയിൽ നിന്ന് ശൗലിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയത്. ദാവീദോ അവൻ ദൈവത്തിന് കൊടുക്കാവുന്ന മഹത്വം മാക്സിമം കൊടുത്തു.
അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലെല്ലാം അവൻ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത്. അതുകൊണ്ട് എന്തു പറ്റി? യേശു അവൻ്റെ ഇഷ്ടമുള്ളവനായി ദാവീദിൻ്റെ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ തലമുറയിൽ ക്രിസ്തു വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ 2020 നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ക്രിസ്മസിനും ഈ പുതിയ വർഷങ്ങളിലൊക്കെ യേശു ക്രിസ്തു നമ്മൾ ജനിക്കട്ടെ, യേശു നമ്മളിൽ ഉണ്ടാകട്ടെ. യേശു നമ്മളിൽ, നമ്മുടെ തലമുറയിൽ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ആരെയും പഴിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും നമ്മൾ മുറിവേൽപ്പിക്കാൻ നിൽക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. 1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ സ്വീകരിച്ചാൽ അത് കൃപകൾക്ക് കാരണമാകും. ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടതെന്നാണ് പത്രോസ്ലീഹ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2020 സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ ആരില്ലെങ്കിലുമൊക്കെ ചാരി വയ്ക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. നമുക്ക് പറയാൻ പറ്റട്ടെ, ദാവീദിനെ പോലെ അവർ പറയട്ടെ, അവർ കുറ്റപ്പെടുത്തട്ടെ, കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് എന്നെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ തലമുറയിൽ, ക്രിസ്തുവിൻ്റെ തലമുറയിൽ ഞാനും പങ്കാളികളായിത്തീരും. എൻ്റെ തലമുറയും ക്രിസ്തുവിൻ്റെ തലമുറയും ഒന്നായിത്തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മനോഭാവങ്ങളും അത് ദൈവഹിതപ്രകാരം സ്വീകരിക്കുവാനുള്ള കൃപകളായി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.